പരിവാരങ്ങളും സുരേന്ദ്രനെ വിഴുങ്ങാൻ ഇറങ്ങിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലപാടിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുകയാണ്. അങ്ങനെ സുരേന്ദ്രന് അനുകൂലമായി കാര്യങ്ങൾ എത്തിയതോടെ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾക്ക് വലിയ നിരാശയാണ് ഉണ്ടാകാൻ പോകുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സുരേന്ദ്രനെ വലിച്ചു താഴെയിടാൻ ശോഭാ സുരേന്ദ്രനും എം.ടി. രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ സുരേഷ് ഗോപിയുടെ ആശീർവാദത്തോടെ കരുക്കൾ നീക്കിയതാണ്. എന്നാൽ ഈ നേതാക്കന്മാരുടെ താളത്തിന് തുള്ളേണ്ട എന്ന തീരുമാനത്തിൽ കേന്ദ്ര നേതൃത്വം എത്തിയതോടെ സുരേന്ദ്രൻ സേഫ് സോണിലേക്ക് മാറിയിരിക്കുകയാണ്. വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയെ സുരേന്ദ്രൻ തന്നെ നയിക്കും. ഈ സന്ദേശമാണ് ബി.ജെ.പി. നൽകുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ വോട്ട് ചോർച്ചയെ തുടർന്ന് പാർട്ടിയിൽ കലാപക്കൊടി ഉയർന്നുവെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടെ കൂടുതൽ കരുത്താർജിച്ച ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കളം മാറ്റി ചവിട്ടുകയാണ്. CPM-ലെ കടുത്ത വിഭാഗീയതയെ തുടർന്ന് പാർട്ടി വിട്ട മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തി വിമതപക്ഷത്തെ അടിച്ചൊതുക്കാനാണ് സുരേന്ദ്രൻ നീക്കം നടത്തിയത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷന്റെയും കേരളം അടക്കമുള്ള ഏതാനും സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരുടെയും കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാനിരിക്കവെയാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പരാജയം പാർട്ടിയിലെ വിഭാഗീയത ആളിക്കത്തിച്ചത്. കെ സുരേന്ദ്രനെതിരെ പട നയിച്ചിരുന്ന വിമതപക്ഷം ഇത് അവസരമാക്കിയെടുത്ത് സംസ്ഥാന അധ്യക്ഷന് നേരെ വാളോങ്ങി. ബി.ജെ.പി. അധ്യക്ഷൻ സ്ഥാനത്തേക്ക് കണ്ണുവെച്ച് കാലങ്ങളായി കാത്തിരിക്കുന്ന എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ഇതോടെ ശക്തമായി തന്നെ രംഗത്തേക്ക് വന്നു. ഇത്തരം പ്രവണതകൾ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കടന്നേക്കുമോ എന്ന ആശങ്കയിലാണ് കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തേക്കെത്തിയത്. ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രം മുൻനിർത്തി സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റില്ല എന്നും തദ്ദേശീയ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സുരേന്ദ്രൻ തന്നെ നയിക്കുമെന്നുമുള്ള വ്യക്തമായ സൂചന കേന്ദ്ര നേതൃത്വം നൽകിയതോടെയാണ് സുരേന്ദ്രന് ആശ്വാസമായത്. സുരേന്ദ്രനൊപ്പം എക്കാലത്തുമുണ്ടായിരുന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഗ്രൂപ്പ് നിലപാടുകൾക്ക് മാറ്റം വന്നു എന്ന വിലയിരുത്തലിലും വിമതപക്ഷം വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു. സുരേന്ദ്രനെതിരായ നിലപാടാണ് വി മുരളീധരൻ സമീപകാലങ്ങളിൽ സ്വീകരിക്കുന്നതെന്ന വിലയിരുത്തലിലാണ് ഇതിന് അടിസ്ഥാനമായി എടുത്തു കാണിച്ചത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നും താൻ ഇടപെട്ടിട്ടില്ല എന്നും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നു ശ്രദ്ധയെന്നുമുള്ള മുരളീധരന്റെ പ്രതികരണവും കൂടുതൽ ചർച്ചകൾക്കിടയാക്കി. സുരേന്ദ്രനെ മാറ്റുകയും പകരം അധ്യക്ഷനാകാനുമുള്ള ഇടപെടലാണ് മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ നേരത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നവരെ വരെ വീണ്ടും അവരോധിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമില്ല എന്ന വിലയിരുത്തൽ ഈ സാധ്യതയും മങ്ങി. പി കൃഷ്ണദാസിനും പ്രസിഡന്റാകാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും നേരത്തെ അധ്യക്ഷനായിരുന്നു എന്നതിനാൽ നിലവിലെ സാഹചര്യത്തിൽ സാധ്യത അവസാനിച്ചതോടെ വിമതപക്ഷത്തിന് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും കാണാം. അവസാന ശ്രമം എന്ന നിലയ്ക്ക് എം.ടി. രമേശിനെ മുന്നോട്ട് അയച്ചപ്പോഴാണ് പി.കെ. കൃഷ്ണദാസ് കരുക്കൾ നീക്കിയത്. ഗോവ ഗവർണർ P.S. ശ്രീധരപിള്ള കാലാവധി പൂർത്തീകരിച്ച് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ബി.ജെ.പി. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്നും അതിന്റെ ആദ്യപടിയായ സുരേന്ദ്രന്റെ പ്രസിഡന്റ് പദവി വെള്ളത്തിലാകുമെന്ന കണക്കുകൂട്ടൽ ഇരുന്ന ഒരു പറ്റം നേതാക്കളുടെ മോഹങ്ങൾ കൂടിയാണ് കരിഞ്ഞു വീണത്.